ഇപ്പം അശ്വന്തൊക്കെ കീഴടങ്ങുന്ന ഒരാളാണെന്നൊരു ടോക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു താപ്പാണ്. അവനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരുപാട് കൂടുതൽ പിന്നീട് വന്നിട്ടുണ്ടാവില്ല. അതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതൊരു പുള്ളിയെ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നടക്കും. പുള്ളിക്ക് നല്ല അപ്രീഷിയേഷനും കിട്ടി. കാരണം വേറെ ആർക്കും സാധിക്കാത്ത കാര്യങ്ങൾ സാധിച്ചില്ല. അപ്പൊ ഇയാള് ഭയങ്കര ഡോണാണ്, അപ്പൊ അതുകൊണ്ടൊക്കെ സാധിച്ചു എന്നുള്ള ഒരു ഇതുവരെയും ചെയ്തു. പിന്നീട് വന്ന ഭീഷണികളോടൊക്കെ എന്താണ് പ്രതികരണം ഉണ്ടായത്? പിന്നീട് ഒരുപാട് സിനിമ എപ്പോഴും വിളിക്കണ്ടാവും, സ്വാഭാവികമായിട്ടും മെസ്സേജ് ആയിട്ടുണ്ടാവും. അല്ല, ഞാൻ കോൾ എടുക്കലില്ല അധികം. ഞാൻ ഈ വീക്കെൻഡ്സിൽ കോൾസ് എടുക്കാറില്ല. പിന്നെ വല്ല ഡെലിവറി ഉണ്ടെങ്കിൽ കോൾ എടുക്കുമ്പോൾ മാറിപ്പോകുന്നുള്ളൂ. കാരണം നമുക്കറിയില്ലല്ലോ ഡെലിവറി ബോയാണ് വിളിക്കുന്നത് സിനിമാക്കാരാണെന്ന്. അല്ലാതെ ഞാൻ അൺനോൺ നമ്പേഴ്സ് കോൾസ് എടുക്കാറില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യമില്ലല്ലോ. ഈ ഏതെങ്കിലും ഒരു ആക്ടറുടെ പേര് പറയണ്ട, നമ്മളൊക്കെ അത്രയും അറിയുന്ന ഒരു നടനോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ആരെങ്കിലും ഒരാൾ വിളിച്ചിട്ട് അയാളുടെ പടത്തിനെ പറ്റി സംസാരിച്ചതിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കുമല്ലോ? എങ്ങനെ നല്ലത് കാണോ അല്ലെങ്കിൽ ചീത്ത വിളിച്ചാണോ? മോശം. നല്ലത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അംഗീകരിക്കുമല്ലോ. മോശം പറയുമ്പോഴാണല്ലോ എല്ലാവർക്കും ദേഷ്യം വരുള്ളൂ. നടന്മാരാരും വിളിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും പിന്നെ പ്രൊഡ്യൂസറെ താങ്ങുന്ന ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ളൂ. നടന്മാരാരും വിളിച്ചില്ല. കാരണം അവർക്കൊരു ഇതുണ്ടാവില്ല, ഇത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ നാണക്കേടല്ലേ. മറ്റവർക്ക് നാണക്കേടില്ലല്ലോ പ്രൊഡ്യൂസേഴ്സിന്. ഉണ്ണിക്ക് വൻ പണിയല്ലേ കിട്ടിയത്. ഉണ്ണി ഇമ്മച്ചുവറായിട്ട് അത് ഡീൽ ചെയ്തുകൊണ്ട് പ്രശ്നം വന്നില്ലേ. അതുപോലെ സീക്രട്ട് ഏജന്റ് അതിൽ മൂപ്പർക്ക് നല്ല റീച്ചും കിട്ടി. നടന്മാരും ഒരിക്കലും അങ്ങനെ നിൽക്കൂല. അവർ വേണേൽ വേറെ കൊണ്ട് വിളിപ്പിച്ചാലേ ഉള്ളൂ. എന്നെ വിളിച്ചിട്ടില്ല, ഒരു നടൻ വിളിച്ചില്ല. അല്ലാതെ താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അശ്വന്ത് ഒരു നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എല്ലാ പ്രൊമോഷൻ ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലും അശ്വന്തിന്റെ നല്ലത് പറയുന്നതിന്റെ പോയിന്റ് എടുത്ത് വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് ടീസർ വരുന്നത്. അതിന് അവർക്ക് തെറി കേൾക്കാറുണ്ട്. കാരണം അതിന്റെ തൊട്ട മുമ്പിലത്തെ സിനിമ മോശം പറഞ്ഞ ആൾക്കാർ തന്നെ നാണമില്ലേ ഇവന്റെ ഒക്കെ എടുത്തിട്ട് ഇടാൻ. പ്രത്യേകിച്ച് നടന്മാർക്ക് നല്ല തെറി കേൾക്കും. ഇവന്റെ ഒക്കെ ഇടാൻ നാണമില്ലേ മറ്റേ ഇല്ലേ. പക്ഷെ അത് കയറിയാത്ത ആൾക്കാർ ഇടാറുണ്ട്. അതായത് മോശം പറയുമ്പോൾ നമ്മൾ തെറി വിളിക്കും, നല്ലത് പറയുമ്പോൾ എടുത്തിട്ടും. അത് എന്റെ മാത്രമല്ല, ഒരുവിധം ഉണ്ണീന്റെ ഒക്കെ ഇടാറുണ്ട്. ഇത്രയും നമ്മളൊരു റിവ്യൂ ചെയ്യുന്നു, അതിന്റെ നമ്മൾ സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയിരിക്കണു. പിന്നീട് നടക്കുന്ന ഈ കോലാഹലമൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു കണ്ടിട്ട് നോക്കൂ. ഈ കമന്റ്സ് ഒക്കെ വരുന്നു, ആളുകൾ പ്രസ് മീറ്റ് ചെയ്തിട്ട് അശ്വന്തോക്ക് ആരാണ് എന്നെ വെല്ലുവിളിക്കും, ഞാൻ അവനെ വെല്ലുവിളിക്കും, അവൻ എന്നെ ചിലപ്പം എന്താണ് താറടിച്ച് കാണിച്ചേക്കാം, പക്ഷെ എനിക്കത് പ്രശ്നമല്ല, അയാളാണെന്ന് പറയാൻ. ഇങ്ങനെ ഒരുപാട് നടന്മാരും ടെക്നീഷ്യന്മാരും ഒക്കെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പം അന്നേരം ഒന്നും അശ്വന്ത് മറുപടി കൊടുക്കാൻ കണ്ടിട്ടില്ല. ഈ ഒരു റിവ്യൂ പറയുന്നു സമാനമായിട്ട് വീട്ടിൽ നിന്നെല്ലാം കണ്ട് എൻജോയ് ചെയ്യണം. മറ്റേ ഈ സ്പൈഡർ സിനിമയിലെ സൂര്യ സൈക്കോ എൻജോയ് ചെയ്യണം. അല്ല, കയോസ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ ലൈഫ് വീക്കെൻഡ്സിൽ ഒരു ലൈഫും വീക്ക് ഡേയ്സിൽ വേറെ ലൈഫാണ്. മനസ്സിലായില്ല. അതായത് വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ വേറെ മോഡലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ഉറങ്ങണം, റിവ്യൂസ് ചെയ്യണം, കുറച്ചും കൂടെ നമ്മൾ വർക്കഹോളിക്കായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു വീക്കിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു റിവ്യൂ ഇട്ട് ഇപ്പോൾ 2 വലിയ സിനിമ ഇറങ്ങിയെന്ന് വെച്ചോ. ഇപ്പം ഹൃദയപൂർവ്വം ലോകെ ഒരു ദിവസം ഇറങ്ങിയ സിനിമ. അപ്പം സ്വാഭാവികമായിട്ടും ലാലേട്ടൻ സിനിമയിൽ നമ്മൾ ആദ്യം കാണാം. അപ്പോൾ ഹൃദയപൂർവ്വം ഞാൻ വീഡിയോ ഇട്ട് ഞാൻ അതിൻ്റെ ആദ്യം വരുന്ന കമൻസ് നോക്കും. കാരണം നമുക്ക് ഒരു സപ്പോർട്ട് നമ്മൾ പറഞ്ഞതിന് അനുകൂലമായിട്ടാണോ ആൾക്കാർ ഇതിനെ വിലയിരുത്തുന്നത് അറിയാൻ വേണ്ടിയിട്ട് നോക്കും. ഒരു 100 കമൻസ് 200 കമൻസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കാറില്ല. പിന്നെ ഇത് അത്രയും കമൻസ് വരും. എൻ്റെ മിനിമം ഒരു വലിയ പടത്തിനൊക്കെ 1000, 2000, 3000, 4000 കമൻസ് ഒക്കെ വരും. രംഗുരാനൊക്കെ എത്രയോ 10,000 കണക്കിന് 20,000 കണക്കിന് കമൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും വായിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ക്യൂരിയോസിറ്റി പോകുന്ന ഒരാളാണ്. ഞാൻ ക്യൂരിയോസിറ്റി പോണ ഒരാളാണ്. ഓക്കെ. അതായത് എനിക്ക് ഒരു കാര്യത്തിന് ക്യൂരിയോസിറ്റി അധികം ലിങ്കർ ചെയ്ത് നിൽക്കില്ല. അപ്പോൾ ഞാൻ ഹൃദയപൂർവ്വം ഇട്ട് അപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് ലോക കണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൃദയപൂർവ്വത്തെ മൈൻഡ് ചെയ്യില്ല. പിന്നെ എൻ്റെ ക്യൂരിയോസിറ്റി ലോകയിലായിരിക്കും. അപ്പോൾ പിന്നെ ലോക നോക്കിക്കൊണ്ടിരിക്കും കുറേ സമയം. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങി പിറ്റേന്ന് അടുത്ത പടം കണ്ടാൽ പിന്നെ അതിൻ്റെതാണ്, പിന്നെ ലോക ഞാൻ നോക്കില്ല. അത് പിന്നെ അതിൻ്റെ ക്യൂരിയോസിറ്റി ആയി പോയി. അങ്ങനെ ഇപ്പോൾ 4 പടം ഉണ്ടെങ്കിൽ 4ാമത്തെ പടം കണ്ടു കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് കമൻസ് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ വീക്കെൻഡ് അവസാനിച്ച്. പിന്നെ ആരൊക്കെ എന്തൊക്കെയോ കമൻസ് ഇടുന്നു, എന്തൊക്കെയോ ഷെയർ ചെയ്യുന്നു, എന്തൊക്കെയോ ട്രോൾ വീഡിയോ ഉണ്ടാക്കുന്നു, എന്തൊക്കെയോ പ്രസ് മീറ്റ് വിളിക്കുന്നു. ഇത് മിക്കവാറും ലിങ്ക് അയച്ചു തരും ആൾക്കാർ, ഇൻസ്റ്റയിലൊക്കെ ലിങ്ക് അയച്ചു തരും. ഇപ്പോൾ ലിങ്ക് കിട്ടുന്ന ഞാൻ തുറന്ന് നോക്കും, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് ഞാൻ നോക്കാറൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ യൂസ്ഡ് ആയല്ലോ അത് കണ്ടിട്ട്. പിന്നെ അടുത്ത വീക്കെൻഡ് വരെ ഞാൻ ഓഫ് ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഞാൻ ചില്ല് ചെയ്ത് ഞാനങ്ങനെ ഇരിക്കും. ഞാനിതൊന്നും നോക്കുന്നില്ല. നമ്മുടെ ഈ അടുത്ത 5 ദിവസം എന്തായിരിക്കും ചെയ്യുന്നത്? അല്ലാത്ത ദിവസം ഞാൻ പകല് ഉറങ്ങല, രാത്രി ഞാൻ ഉണർന്നിരിക്കുന്നത്. ഒന്നാമത്തേൽ ഇപ്പോൾ എൻ്റെ ഫുഡ് ഹാബിറ്റ് എങ്ങനെയാണ്,
ഞാനിപ്പോൾ നിങ്ങളെ ആളെ ചോദിച്ചോ ഫുഡ് കഴിച്ചു, ഞാൻ പകൽ ഫുഡ് കഴിക്കാറില്ല അങ്ങനെ, ഞാൻ രാത്രി അധികം ഫുഡ് കഴിക്കുന്നത്. ഓ അങ്ങനെ അപ്പോൾ എൻ്റെ ഡേ ആരംഭിക്കുന്നത് ഈവനിങ്ങാണ്, 4 മണി 5 മണി. പകൽ ഉറക്കമായിരിക്കും. പണയം ഉറങ്ങുന്നത് രാവിലെയാണ്. അപ്പോൾ അധികവും ഞാൻ വൈകുന്നേരമാവും പിന്നെ എണീക്കാൻ. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കുക, പിന്നെ ഡ്രിങ്ക്സ് അടിക്കുക, എന്നിട്ടിങ്ങനെ ഇരിക്കുക. ഞാൻ പുറത്തൊന്നും അങ്ങനെ പോകാറില്ല. പിന്നെ ഫ്രണ്ട്സും ഇല്ല. പിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടം. അത് ഞാൻ നേരത്തെ എനിക്ക് ഇഷ്ടം അത്. ഞാനത് എൻ്റെ ഒരു രീതി അങ്ങനെ, എൻ്റെ ക്യാരക്ടർ അങ്ങനെ. അപ്പോൾ ഇത് ഇങ്ങനെ റിപ്പീറ്റ് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വീക്കെൻഡിൽ ഷിഫ്റ്റ് ചെയ്യണ്ടേ, എൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് ഷിഫ്റ്റ് ആവണ്ടേ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പണി കിട്ടിയ സിനിമകളുണ്ട്, കുറേ സിനിമകൾ അങ്ങനെ ഉറങ്ങിപ്പോയിട്ട് കാണും. കഴിഞ്ഞ ആഴ്ച ഉറങ്ങിപ്പോയി, വലതുവശത്തെ കള്ളനെ ഉറങ്ങിപ്പോയി, 10 മണിന് ഷോ ഉറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഉള്ള ഷോ കണ്ട്, അത് കണ്ട് ഞാൻ ആ തൊട്ട അടുത്ത് തന്നെ പ്രകമ്പനം കണ്ട്, ഇത് രാത്രി രണ്ടും കൂടെ ഒരുമിച്ച് റിവ്യൂ ഇട്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഞാൻ രാവിലെ കാണാത്തതുകൊണ്ട് എനിക്ക് റീച്ചിൻ്റെ പ്രശ്നമൊന്നുമില്ല. വലതുവശത്തെ കള്ളൻ ഞാൻ രാവിലെ 10 മണിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഇട്ടേനെ. ഇത് പ്രകമ്പനത്തിന് ഞാനൊരു 5 മണിക്ക് 6 മണിക്ക് പോയേനെ. പക്ഷെ ഇത് ഞാൻ കോൺസിക്യൂട്ടീവായിട്ട് വലതുവശത്തെ കള്ളനും കണ്ട് പ്രകമ്പനം കണ്ട് രണ്ടും ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് ഒരു ഷെട്ട് മാത്രം മാറിയാൽ മതിയല്ലോ, 2 വീഡിയോ ആയില്ലേ. എന്നിട്ട് രണ്ടും ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് വെച്ച് രണ്ടും പടപടയെന്ന് പറഞ്ഞിട്ട് ഒരു 11:30 മണി ഇട്ടെന്ന് തോന്നുന്നു. രണ്ടിനും വ്യൂ ഉണ്ട്. രണ്ടിനും വ്യൂ ഉണ്ട്. ആദ്യം ഇട്ടപ്പോൾ വലതുവശത്തെ കള്ളനായിരുന്നു. പ്രകമ്പനം പടത്തിന് അഭിപ്രായം വന്നുകൊണ്ട് റിവ്യൂവിനും റീച്ച് വലതുവശത്തെ കള്ളനെ പ്രകമ്പനത്തെ അതിനേക്കാളും റീച്ചുണ്ട് ഇപ്പോൾ. റീച്ചുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഓരോ ദിവസത്തെ സംഭവിക്കുന്ന. ഇത് ഓർത്തിരിക്കാൻ എങ്ങനെ പറ്റും? 2 സിനിമയുടെ ഇത്രയും പോയിന്റ്സ്, ഇത്രയും കളിയാക്കാനുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കണം, പോസിറ്റീവും കണ്ടുപിടിക്കണം. ഹൈ ഐക്യു. അത് കൊള്ളാം. ഇപ്പോൾ 2025 ഇറങ്ങി അശ്വന്ത് നല്ല അഭിപ്രായം പറഞ്ഞ 2 സിനിമകളായിരുന്നു. ഒന്ന് പൈങ്കിളിയും ഒന്ന് ബ്രൊമാൻസും. പൈങ്കിളി ഞാൻ കംപ്ലീറ്റ് ഫുള്ളി പോസിറ്റീവ് അല്ല, എന്നാലും നോർമലി ഒരു ആവറേജ് ഭയങ്കര ആവറേജ്. റൊമാൻസ് ഹെവി പോസിറ്റീവ്. ഇത് രണ്ടും പക്ഷേ ഇയർലി നമ്മള് സിനിമയുടെ ഒരു ഇത് പറയില്ല, എന്താണ് പറയുന്നത്, സൂചിക അതിൽ 2 നേരെ ഉൾട്ടാണ് പറഞ്ഞത്. അതെ അതെ. അത് ശരിക്കും പറഞ്ഞ ഡബിൾ സ്റ്റാൻഡ് ആണോ, അതോ അശ്വന്തിന്റെ ഒരു എന്താണ് ഇത് തെറ്റിപ്പോയതാണ്? അല്ലല്ല, കാഴ്ചപ്പാട് തെറ്റിപ്പോയത്. അശ്വന്തിനും തെറ്റില്ല. അല്ല, ഒന്ന് റിവ്യൂവും ഒന്ന് അനാലിസിസോ. ഒന്ന് നമ്മൾ തിയേറ്ററിൽ വിജയിച്ചതും പൊട്ടിയായിട്ടുള്ള സിനിമകളുടെ ലിസ്റ്റാണ് പറയുന്നത്. അപ്പൊ ഞാൻ നല്ല റിവ്യൂ പറഞ്ഞ സിനിമ പൊട്ടി കാണുമല്ലോ. അപ്പൊ അത് പല സൂചിയെ പറയുമ്പോൾ അത് പൊട്ടി എന്നല്ലേ എനിക്ക് പറയാൻ പറ്റും. വിജയിച്ച സിനിമ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ രണ്ടാ. അപ്പൊ അത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല. അത് ഞാൻ പല സൂചി പറഞ്ഞ ഫാക്ടോസാ പറയുന്നത്, മറ്റേത് എൻ്റെ അഭിപ്രായം പറയുന്നത്. അതാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും അഭിപ്രായം പറയാൻ റീസൺ ഉണ്ട്. പക്ഷെ അശ്വന്ത് അടച്ച് പറയുന്നു. ഇതിനെല്ലാത്തിനും ഒരു ഒറ്റ സൊല്യൂഷൻ വെക്കാൻ പാടില്ല, ഡിസ്ക്ലൈമർ വെക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം എഴുതി കാണിക്കുക, ഒരു സാധനം എഴുതി കാണിച്ചാൽ പിന്നെ ഇതിന് ഒരു സ്കോപ്പില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം. അങ്ങനെ ഒരു സാധനം വെച്ചാൽ ഇതിനൊക്കെ ഒരു ഉത്തരവായില്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അല്ല, അത് അണ്ടർസ്റ്റുഡ് അല്ലേ ഓൾറെഡി. പക്ഷെ ആയിട്ടും ഇത് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ആൾക്കാർ പറയാം. നമ്മളിപ്പോൾ ഉണ്ണിയും ഷസാമൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഉണ്ണി അവസാനം പറയാറുണ്ട്, ഇത് എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾ കമൻസ് കൂടെ നോക്കുക, എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, എല്ലാവരും സിനിമ കാണുക എന്ന് പറയും. അതൊരു പറയുന്ന ആളുകളുണ്ട്. ഞാനങ്ങനെ ഫോർമലായിട്ട് ചെയ്യുന്ന ആളല്ലല്ലോ. ഞാനങ്ങനെ ഒരു വാർണിംഗ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല.